ഈ പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ചരിത്രങ്ങൾ പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. സംഗതി ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. തൗഹീദും ദീനും ആഖിറവും ഒക്കെ പറഞ്ഞും പ്രചരിപ്പിച്ചും അതിൻ്റെ വക്താക്കളാണെന്നും ഒക്കെ ധരിച്ച് ജീവിക്കുന്നവർക്ക് അത്രമേലൊന്നും വലിയ വിശുദ്ധനല്ലാത്ത, സുന്നത്തുകളൊന്നും പ്രകടമായി കാണാനില്ലാത്ത, അത്തരം അവകാശവാദങ്ങളില്ലാത്ത ഒരു സാധാരണക്കാരനായ ഞാൻ ഈ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പോരായ്മയുണ്ട്. എങ്കിലും പറയാതെ വയ്യ. അപ്പോൾ ആ ചരിത്രം ഇങ്ങനെയാണ്. ഏതോ ഒരു തർക്കത്തിലോ വഴക്കിലോ മറ്റോ എന്തോ ഒരു വിഷയമുണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളിനെ വധിക്കാനായി വാളുയർത്തിയത്രേ. അപ്പോൾ അദ്ദേഹം ഉമറിൻ്റെ മുഖത്തേക്ക് തുപ്പി. ആ തുപ്പിയ നിമിഷം അദ്ദേഹം വാളങ്ങുറയിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിലുള്ള താല്പര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം നിന്നെ അങ്ങനെ ചെയ്യാനൊരുങ്ങിയത് വിശ്വാസവുമായി ബന്ധപ്പെട്ട്, എൻ്റെ പടച്ചവനുമായി ബന്ധപ്പെട്ട് നീ പറഞ്ഞ ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ഒരു പ്രവൃത്തിക്ക് എൻ്റെ കോപം കൊണ്ട് ചെയ്യാൻ പോയതാണ്. പക്ഷേ നീ എന്നെ തുപ്പിയപ്പോൾ എൻ്റെ ആ കോപം നേരെ എൻ്റെ വ്യക്തിപരമായ ഒരു ഫീലിലേക്ക് മാറി. അതായത് ഈ എന്നെ തുപ്പിയതിന് പകരം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അതൊരു ശരിയല്ലാത്ത പ്രവൃത്തി ആയതുകൊണ്ട് ഞാൻ എൻ്റെ വാള് കോപം ശമിപ്പിച്ച് ഉറയിലിട്ടതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ എനിക്കെതിരെ വാർത്ത എഴുതിയതുകൊണ്ട് സുപ്രഭാതത്തെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഒരിക്കലും വികാരപരമായി എന്തെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളോ കള്ളങ്ങളോ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം വന്ന 3 ദിവസങ്ങളിലെ തുടർച്ചയായ വാർത്തകളുടെ ആ വാർത്തകളിൽ നിന്നും മറ്റു ചിലരും കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ച പല കുറിപ്പുകളുടെയും വാർത്തകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇതിൽ സമസ്ത പറഞ്ഞ വിശുദ്ധമായ ഹലാലായ നുണകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലെനിക്ക് എഴുതിയവനോടും അതുപോലെ തന്നെ എഴുതിപ്പിച്ചവരോടും എല്ലാം പറയാനുള്ളത്, നിങ്ങൾ നടന്ന് പറയുന്നൊരു പടച്ചവനുണ്ടല്ലോ, നിങ്ങൾക്ക് സുന്നത്തായ ദീക്ഷയൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ നിങ്ങൾ വർഷത്തിലൊരിക്കലൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ചിലവിൽ ഉംറയ്ക്ക് പോകുമായിരിക്കുമല്ലോ, പിന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ്, ദീനിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ടല്ലോ. അതിനെയൊക്കെ സാക്ഷി നിർത്തി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? പടച്ചവനെ, ഞങ്ങൾ എഴുതിവിട്ട വാർത്തകൾ ആ എഴുതിവിട്ട വ്യക്തിക്ക് ചേർന്നതാണെങ്കിൽ, യോഗ്യമായതാണെങ്കിൽ അയാളെ നീ നശിപ്പിക്കണേ. അതല്ല, ഞങ്ങൾ എഴുതിവിട്ടത് ഞങ്ങളുടെ താല്പര്യവും കള്ളവും കപടവുമാണെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഞങ്ങളുടെ പരമ്പരകൾക്കും അതിനുചിതമായ ശിക്ഷ തന്ന് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ശുദ്ധീകരിച്ച് നീ പരലോകത്തേക്ക് കൊണ്ടുപോകണേ എന്ന് പറയണം. അങ്ങനെ പറയുന്നൊരു വീഡിയോ കണ്ടാൽ സന്തോഷം, ഭയങ്കര സന്തോഷമായിരിക്കും എനിക്കുണ്ടാവുക. അപ്പോൾ ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ 3 വീഡിയോകൾ, ഒന്ന്, അനിൽ മുഹമ്മദിനെ ടൂറിസം വകുപ്പിൽ നിയമിക്കാൻ നീക്കം. അനിൽ മുഹമ്മദിനെ ടൂറിസം വകുപ്പിൽ നിന്ന് പിൻവലിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് നീക്കം. ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഫയൽ എത്തുമെന്നാണ് വിവരം. ഒരു ഫയൽ ഒരിടത്ത് എത്തണമെങ്കിൽ ആ ഫയൽ എവിടെന്നെങ്കിലും ഉത്ഭവിക്കുന്നതാണ് ഒരു സ്ഥലത്തേക്ക് എത്തുക. അങ്ങനെ എത്തേണ്ട ആവശ്യമുള്ളത് മാത്രമേ എത്തൂ. സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്കറിയാം, ചിലതെങ്ങും എത്തണ്ട, 2 മന്ത്രിമാർ കണ്ടാൽ മതി, ചിലത് ആ വകുപ്പിലെ മന്ത്രിയും സെക്രട്ടറിയും കണ്ടാൽ മതി, ചിലത് ആ ഫയൽ എപ്പോഴെങ്കിലും പോയി റാറ്റിഫൈ ചെയ്താൽ മതി, ചിലതങ്ങനെയല്ല, മന്ത്രിസഭാ യോഗത്തിൽ പോയി വേണം ചെയ്യാൻ, ചിലതിനെന്ത് വേണം, മറ്റൊരുപാട് തരം ക്ലിയറൻസുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ പടച്ചോന് ചേരാത്ത, നട്ടാ കുരുക്കാത്ത, എഴുതി വിട്ടവൻ്റെ കൈ മുറിച്ച് കളയേണ്ടി വരുന്ന കള്ളം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഫയൽ മന്ത്രിസഭാ യോഗത്തിലേക്ക് പോയി എന്ന് പറയുന്ന കള്ളമാണ്. നമ്പർ 1, ഒന്നാമത്തെ ദിവസത്തെ വാർത്തയിലെ. ഇനി അതിലെ തന്നെ 2ാമത്തെ ദിവസത്തിലെ വാർത്ത എന്ന് പറയുന്നത്, അനുമതിയില്ലാതെ വിദേശയാത്രകൾ നടത്തി. പിന്നീട് അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ, ആദ്യ ദിവസത്തെ വാർത്തയിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഈ ഞാനുമായി ബന്ധപ്പെട്ട് എന്നെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള മാർഗം തേടിയ റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിട്ടുള്ള, അതായത് എന്നെ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കുറച്ച് പിന്നെ പറയുന്നുണ്ട്. പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, UDF സർക്കാർ വന്ന ഉടനെ അനിൽ മുഹമ്മദിന് ക്ലീൻ ചിറ്റ് നൽകി എന്ന് പറഞ്ഞതിൽ അതിനകത്തൊരു പച്ച നുണയുള്ളത്, ഈ അന്വേഷണം പ്രഖ്യാപിച്ചതും അന്വേഷണം മുഴുവൻ നടന്നതും
ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടതും എല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടതും ഞാൻ തിരിച്ചു കയറിയതും. അപ്പോൾ അത് രണ്ടാമത്തെ പച്ചക്കള്ളമാണ്. മൂന്നാമത്തേത് എല്ലാം ശരവേഗത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ നാടാന പറയത്തില്ലേ, അതും ഒരു സത്യവുമില്ലാത്ത നട്ടാൽ കുരുക്കാത്ത നുണകളിലൊന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ 15 മാസം നീണ്ടു നിന്ന ഹൈക്കോടതിയിലെ ഉന്നതരായ അഭിഭാഷകൻ പരിശോധിച്ച ഒരു സംഗതിയാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ എല്ലാം ശരവേഗത്തിൽ എന്ന് പറഞ്ഞത് പച്ച നുണയാണ്. അടുത്ത നുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാണ്. അത് 1 കോടി രൂപ പ്രതിഫലം ഞാൻ നൽകാൻ തയ്യാറുള്ള ഒരു നുണയാണ്. പിരിച്ചുവിടാനുള്ള ശുപാർശയ്ക്കെതിരെ അനിൽ മുഹമ്മദിനെ തിരിച്ചെടുത്തു. ഏതെങ്കിലും റിപ്പോർട്ടിൽ, ആരുടെയെങ്കിലും പരാമർശത്തിൽ, ഏതെങ്കിലും സമയത്ത് അനിൽ മുഹമ്മദിനെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് ഈ ഷജറ നേതൃത്വം നൽകുന്ന സമസ്ത എന്ന് പറയുന്നതിൻ്റെ ലേബലിൽ നടത്തപ്പെടുന്ന ഈ സുപ്രഭാതം പത്രത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണിച്ചു തന്നാൽ 1 കോടി രൂപ സമ്മാനം തരുന്നതാണ്. അതിൽ ഒരുപാട് കള്ളങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നു. എന്നിട്ടാണ് ഈ പറഞ്ഞ വിചിത്രവാദവുമായി സർക്കാർ എന്ന് പറയുന്ന ഒരു കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കള്ളമാണ്. ഈ പ്രോസസ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന നമ്മുടെ PC വിശ്വനാഥ് സാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും ഈ MDയെ വിളിക്കുകയോ അല്ലെങ്കിൽ അത് പറയുകയോ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരാളിന് ക്ലീൻ ചിറ്റ് നൽകി ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയിൽ വകുപ്പ് തല അന്വേഷണത്തിൽ അയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാൽ ആ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെടുക്കാവുന്നതാണ്. കാരണം ആ സസ്പെൻഷൻ ഓർഡറുകളിൽ സാധാരണ എല്ലായിടത്തും പറയുന്നത് എങ്ങനെയാണെന്നറിയോ, അയാളെ ആ സീറ്റിലിരുത്തിയാൽ രേഖകൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ മറ്റു പലതിനുമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രേഖകളെല്ലാം റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ആ സ്ഥാപനത്തിന് തിരിച്ചെടുത്താം. കാരണം ഇല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് നഷ്ടമാണ്. എല്ലാ മാസവും അയാൾക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികളും കൊടുക്കുക. അയാൾ സർവ്വസ്വതന്ത്രനാണ്. അപ്പോൾ അതുകൊണ്ട് അയാളെ വീണ്ടും ജോലിക്ക് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. സത്യത്തിൽ അങ്ങനെ എടുത്തുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് സ്ഥാപനമുണ്ടാക്കിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അനിൽ മുഹമ്മദിന് ചട്ടം ലംഘിച്ച് അതിൽ 1 കോടി രൂപ വീതം അർഹമാകുന്ന 2 കള്ളങ്ങളുണ്ട്. അതിലൊരു കള്ളം എന്താണെന്നറിയാമോ, KMML എന്തെങ്കിലും പ്രൊമോഷൻ തരണമെങ്കിൽ അവിടുത്തെ സംഗതികൾക്ക് വിധേയമായേ നൽകുകയുള്ളൂ. അവിടെ പ്രൊമോഷൻസ് പലതരത്തിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള പ്രൊമോഷനുണ്ട്. അതല്ലാത്ത ആലങ്കാരികമായ പ്രൊമോഷനുകളുണ്ട്. ഇത് രണ്ടും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കേ മനസ്സിലാവും. അപ്പോൾ അത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാരും പറഞ്ഞാലാണോ ഇത് എഴുതിയെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഉത്തരം ഞാൻ പറയാം. അപ്പോൾ ഇതാണ് അതിലെ ഒരു കാര്യം. പിന്നെ അതിനേക്കാൾ വലിയൊരു കള്ളം എന്താണെന്നറിയാമോ, അതിനേക്കാൾ വലിയൊരു കള്ളം പറഞ്ഞിരിക്കുന്നത് CAGയും കണ്ടെത്തി തരികിട, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും കണ്ടെത്തി തരികിട. എവിടെ? GKSFൽ. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ മുസ്തഫ മുണ്ടുപാറെ നരകത്തിൽ പോകുന്ന കള്ളവും എഴുതിയവൻ്റെ കൈ മുറിച്ച് കളയുന്ന കള്ളവുമാണ്. മനസ്സിലായി പറഞ്ഞത്? ഇങ്ങനെയൊക്കെ എഴുതിയാൽ ചിലർ പറയും ഈ പറയുന്ന എഴുതിയ കൈകൾ മുറിച്ച് കളഞ്ഞിട്ട് ചിലപ്പോൾ എഴുതപ്പെട്ടവൻ കാണാൻ വരേണ്ട സ്ഥിതി വരും. അത് ഓർത്തോണം. അതിന് പരിഹാരമൊന്നുമില്ല. എന്ത്? ഒരുത്തിനെ കുറിച്ച് കള്ളം എഴുതിയാൽ. CAG ഞാനവിടെ 3 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. ഒന്ന് കയർഫെഡിലാണ്. കയർഫെഡ് കഴിഞ്ഞ ദിവസം ആരോ വീഡിയോയിൽ പറഞ്ഞതുപോലെ 20 വർഷത്തിന് ശേഷം ലാഭമാക്കുന്നതും 2 അവാർഡ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും 1 അവാർഡ് ഇപ്പോഴത്തെ നമ്മുടെ മുൻ കയർ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് സാറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന ആൾ ഞാനാണ്. രണ്ടാമത്തെ GKSFൽ എനിക്ക് മുമ്പിരുന്ന പല പ്രഗത്ഭന്മാരുടെ പേരിലും വിജിലൻസും CAG റെഫറൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരാണ് ഒരു റെഫറൻസും ഇല്ലാതെ പുറത്തിറങ്ങിയത്. അതൊന്ന് ഈ പറയുന്ന രത്തൻ കേൽക്കർ സാറെന്ന് പറഞ്ഞ ഇപ്പം CMനോടൊപ്പം ഇരിക്കുന്ന ആൾ. രണ്ടാമത്തെ ആൾ നമ്മൾ അമിത വിനയത്തോടെ ഒന്നുമല്ല പറയുന്നൊരു വാക്കുണ്ടല്ലോ, വിനീതനായ ഞാനാണെന്ന്. അതെ, ഞാനാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരാണ് ഈ സംഗതിയിൽ നിന്ന് ഇങ്ങനെ പുറത്തു വന്നിട്ടുള്ളവർ. അപ്പോൾ അതുകൊണ്ട് അനിൽ മുഹമ്മദിനെതിരെ CAGയോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റോ അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം ഞാൻ ഒറ്റ തവണയേ വിജിലൻസിൽ കയറേണ്ടി വന്നിട്ടുള്ളൂ. അതെന്നാണെന്നറിയോ?
അന്തരിച്ചു പോയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് നസറുദ്ദീൻ ഈ GKSFൻ്റെ കൂപ്പൺ ബോധപൂർവം അവിടുത്തെ സ്റ്റാഫിന് വിറ്റു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എതിർ ഗ്രൂപ്പ് നൽകിയ ഒരു വിജിലൻസിൻ്റെ പരാതിയിൽ ഒരു മൊഴിയെടുക്കാനല്ലാതെ ഞാൻ ഈ പറയുന്ന എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലിയറൻസിന് വേണ്ടി ഒരു സ്റ്റേഷനിലും സാമ്പത്തിക കുറ്റവാളിയായിട്ടോ അല്ലാതെയോ ഞാൻ കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഈ എഴുതിയതെല്ലാം ഞാൻ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലെ സമസ്തയിലെ ബഹുമാന്യരായ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരും ഷൂറ അംഗങ്ങളുമൊക്കെ അടങ്ങുന്നവരറിയാൻ വേണ്ടി പറയുകയാണ്. ഈ കഴിഞ്ഞ 3 ദിവസമായി ഈ എഴുതിവിട്ട കാര്യങ്ങളിൽ 99% പച്ച നുണകളും 1% പഴയ ഭൂതകാലം ഓർമ്മിപ്പിച്ച് എല്ലാവരാലും ഏറ്റെടുക്കപ്പെട്ട് ഞാൻ ആക്രമിക്കപ്പെടട്ടെ എന്ന് പറയുന്ന താല്പര്യത്തിലും സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതെല്ലാം? ഈ പറഞ്ഞ ടൂറിസം വകുപ്പ്, രണ്ടാമത്തത് സാമ്പത്തിക ക്രമക്കേടിൻ്റെ CAG, പിന്നെ മൂന്നാമത്തത് പിരിച്ചുവിടാനുള്ള ശുപാർശ എന്നൊക്കെ പറയുന്ന അതിൻ്റെ മെയിൻ പോയിൻറ്റ്സിൽ ഓരോന്നിലും ഓരോ കോടി രൂപ വീതം നിങ്ങൾക്ക് സുപ്രഭാതത്തിന് ഞാൻ നഷ്ടപരിഹാരം തരാം. അങ്ങനെ നിങ്ങളൊരു മത്സരത്തിന് തയ്യാറായാൽ ആ 3 പേപ്പറുകളൊന്നും എടുത്ത് എനിക്ക് തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടിയ ഗൾഫ് സുപ്രഭാതം തുറക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതിൻ്റെ ഉചിതമായ ശിക്ഷ നൽകേണ്ടത് പടച്ചതമ്പുരാനാണ്. നിങ്ങൾ നടന്നു പറയുന്ന പടച്ചവനിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ കള്ളം പറഞ്ഞവനെയും അതിനെ പ്രേരിപ്പിച്ചവനെയും എഴുതിയവൻ്റെ കൈ എന്തായാലും മുറിക്കപ്പെടേണ്ടി വരും. ഖുർആനിലൊരു വലിയ വചനമുണ്ടല്ലോ, മർദിതൻ്റെ പ്രാർത്ഥനയ്ക്ക് മറയില്ല എന്ന് പറയത്തില്ലേ. ഈ മർദിതൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന തുണി ഉടുപ്പൊന്നും ഇല്ലാതെ കുളിക്കാതെ നടക്കുന്ന ആളെന്നൊന്നുമല്ല. അകാരണമായി ഇല്ലാത്ത കള്ളം ഒരാളുടെ മേൽ ആരോപിച്ച് പറയപ്പെടുന്നവനാണ് മർദിതൻ. അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനയെ കൊല്ലത്തു നിന്ന് എഴുതിയ ഈ അച്ചടക്ക നടപടിക്ക് പല സ്ഥലത്തുനിന്നും വിധേയമായി വന്ന പുള്ളി ഉൾപ്പെടെ, പുള്ളിയുടെ തലമുറ ഉൾപ്പെടെ അതിൽ സൂക്ഷിച്ചു കൊള്ളണം എന്ന് വിനീതമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഘട്ടം. അത് കഴിഞ്ഞു.